പല കൊള്ളകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി പലതരത്തിൽ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. എല്ലാ എയ്ഡഡ് സ്ഥാപനങ്ങളെയും കുറ്റം പറയുന്നില്ലെങ്കിൽ പോലും ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വാർത്തയുടെ തുടർച്ച. സ്കൂളിൻ്റെ വൈദ്യുതി കുടിവെള്ള ബില്ലുകളുടെ പേരിൽ കണ്ണൂർ കടമ്പൂർ എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് പിരിച്ചെടുത്തത് കോടികളാണ്. സർക്കാർ സൗജന്യമായി നൽകുന്ന ചോദ്യപേപ്പറിനും കുട്ടികൾ മാനേജ്മെൻറ്റിന് പണം കൊടുക്കണം. നിയമവിരുദ്ധമായി 50 ലക്ഷത്തിലേറെ രൂപയാണ് ഓരോ വർഷവും ഈ വകയിൽ മാത്രം പിരിച്ചെടുത്തത്. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ നിന്ന് ഒരു തരത്തിലും പണപ്പിരിവ് പാടില്ലെന്ന ചട്ടം നിലവിലിരിക്കുമ്പോൾ ആ ചട്ടങ്ങൾ ലംഘിച്ചാണ് കടമ്പൂർ സ്കൂൾ മാനേജ്മെന്റിന്റെ പിടിച്ചുപറി. റിപ്പോർട്ടർ SIT പരമ്പര തുടരുന്നു. എയ്ഡഡ് കൊള്ള. കടമ്പൂർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയിൽ നിന്നും മാനേജ്മെന്റ് പിരിച്ചെടുത്ത പണത്തിന്റെ റിസീപ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇലക്ട്രിസിറ്റി ചാർജ്, വാട്ടർ സപ്ലൈ ചാർജ്, സർക്കാർ അച്ചടിച്ച് നൽകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനും മാനേജ്മെൻറ്റ് പണം ഈടാക്കിയിരിക്കുന്നു. കോടികളുടെ തട്ടിപ്പാണ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത്. വർഷങ്ങളായി ഈ പണപ്പിരിവ് തുടങ്ങിയിട്ട് 2017 മുതലുള്ള അനധികൃത പിരിവിൻ്റെ ബില്ലുകളും റിപ്പോർട്ടറിന് ലഭിച്ചു. വിദ്യാർത്ഥികളെ കൊണ്ട് അടപ്പിച്ച വൈദ്യുതി, കുടിവെള്ള ബില്ലുകളും സൗജന്യ ചോദ്യപേപ്പറിന് പണം കൊടുത്തതിൻ്റെ തെളിവുകളുമാണിത്. സാർവത്രികവും സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസമാണ് ഇവിടെ അട്ടിമറിക്കുന്നത്. ഓരോ ഇനത്തിലും കുട്ടികളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നത് എത്ര രൂപയാണെന്ന് നോക്കാം. 5 മുതൽ 7 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ സപ്ലൈ ചാർജായി കൊടുക്കേണ്ടത് 150 രൂപ. സർക്കാർ അച്ചടിച്ച് നൽകുന്ന ചോദ്യപേപ്പറിനും കുട്ടികൾ 200 രൂപ മാനേജ്മെൻറ്റിന് നൽകണം. 8 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് ഈ രണ്ടിനത്തിലും ചേർത്ത് 550 രൂപയാണ് പിരിക്കുന്നത്. SC/ST വിഭാഗത്തിലെ കുട്ടികളിൽ നിന്നുൾപ്പെടെ ഈ തുക മാനേജ്മെൻറ്റ് പിരിച്ചെടുക്കുന്നുണ്ട്. 5500 കുട്ടികൾ ശരാശരി ഹൈസ്കൂൾ UP വിഭാഗങ്ങളായി പഠിക്കുന്ന സ്ഥാപനത്തിൽ മാനേജ്മെൻറ്റ് ഒറ്റ വർഷം കൊണ്ട് അനധികൃതമായി പിരിച്ചെടുക്കുന്നത് 50 ലക്ഷത്തിലധികം രൂപയാണ്. ചോദ്യപേപ്പർ അച്ചടിച്ച് നൽകുന്നത് വിദ്യാഭ്യാസ വകുപ്പ്. ഇലക്ട്രിസിറ്റിക്കും വെള്ളത്തിനുമുള്ള പണം എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് ഗ്രാൻഡായും കിട്ടുന്നു. ഇതിനിടയിലാണ് അതേ പേരിൽ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും കോടികൾ പിരിച്ചെടുത്ത് നിയമവും ചട്ടവും അട്ടിമറിക്കുന്നത്. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. വിവരങ്ങളുമായി അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, ഇത് കാട്ടുകൊള്ളയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഒരു തരത്തിലുള്ള പണപ്പിരിവും പാടില്ല എന്ന് കൃത്യമായിട്ട് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ലംഘിച്ചുകൊണ്ടാണ് SC/ST അടക്കമുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് ഈ പണം ഈടാക്കിക്കൊണ്ടുള്ള ഈ കൊള്ള തുടരുന്നത്. ഇത്രയും വലിയ അത്യാർത്തി, ഇത്രയും വലിയ കൊള്ള, ഇതൊക്കെ നടക്കുമ്പോഴും എന്തുകൊണ്ടായിരിക്കും ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാവാത്തത്? പരാതികൾ സ്വാഭാവികമായി ഉയർന്നു കാണുമല്ലോ. തീർച്ചയായിട്ടും അരുൺകുമാർ, അതായത് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടന ഒരു വിദ്യാർത്ഥിക്ക് നൽകുന്ന, ഒരു പൗരന് നൽകുന്ന അവകാശങ്ങളിൽ ഒന്നാണ്. അത് ഒരു ഉറപ്പ് കൂടിയാണ്. ആ ഉറപ്പുകളും ആ അവകാശവുമാണ് ഇവിടെ നഗ്നമായി പച്ചയായി ലംഘിക്കപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മാനേജറുടെ പിറന്നാളിന് ഒരു പായസം വെച്ച് കുട്ടികൾക്ക് നൽകിയാൽ അതിൻ്റെ ബില്ല് കൂടി, അല്ലെങ്കിൽ അതിൻ്റെ ചിലവ് കൂടി കുട്ടികളിൽ നിന്ന് തന്നെ ഈടാക്കുന്ന അവസ്ഥയിലേക്കാണ് കടമ്പൂർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടക്കുന്നത്. ഒരു കാട്ടുകൊള്ള അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം സർക്കാർ അച്ചടിച്ച് നൽകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് പോലും 200 രൂപ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഈടാക്കുന്നു. അത് 5 മുതൽ 7 വരെ 200 രൂപ. 8 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് 250 രൂപ. അതുപോലെ തന്നെ വൈദ്യുതി, വാട്ടർ സപ്ലൈ ചാർജുകളും ഇതിന് സമാനമായ രീതിയിൽ തന്നെ 5 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും 150 രൂപ, അതിന് മുകളിലേക്ക് പഠിക്കുന്ന കുട്ടികളിൽ നിന്നും 200 രൂപ. ഇത്തരത്തിൽ 2017 മുതലുള്ള തെളിവുകളാണ്, ബില്ലുകളാണ് നമുക്ക് ലഭിച്ചത്. അതിനു മുൻപും ഇത്തരത്തിലുള്ള ഒരു കാട്ടുകൊള്ള അല്ലെങ്കിൽ പണപ്പിരിവ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 2017 മുതലുള്ള തെളിവുകളാണ്. ആ 2017 മുതൽ ഇങ്ങോട്ടേക്ക് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 7 വർഷത്തോളം ഈ പണപ്പിരിവ് തുടരുന്നുണ്ട്. അതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ യാതൊരുവിധ ചെലവുമില്ലാതെ 3.5 കോടിയോളം രൂപയാണ് ഈ മാനേജ്മെൻറ്റ് പിരിച്ചെടുത്തിരിക്കുന്നത്. നേരത്തെ അരുൺകുമാർ പറഞ്ഞത് തീവെട്ടിക്കൊള്ള എന്ന് തന്നെ. അത് കൃത്യമായി ഇത്രയും ഒരു അത്യാർത്ഥിയോടുകൂടി ഒരു വിദ്യാഭ്യാസം കച്ചവടമാക്കി മാറ്റുന്ന ഒരു സ്ഥാപനം, അതിൻ്റെ മാനേജ്മെൻറ്റ് സ്വാഭാവികമായിട്ടും പരാതി ഉയർന്നിട്ടുണ്ട്. പല തരത്തിലും പല രക്ഷിതാക്കളിൽ നിന്ന്, വിദ്യാഭ്യാസ സംഘടനകളിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന്, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരിൽ നിന്നെല്ലാം തന്നെ പരാതി
പരാതികൾ പോയിട്ടുണ്ട്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കയ്യിൽ പരാതിയുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിൽ പരാതിയുണ്ട്, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം, മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് തന്നെ പരാതികൾ പോയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ചില പിന്തുണകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ മാനേജ്മെൻറ്റ് നൽകുന്നുവെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനു പുറമെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം, ഇവർക്കുണ്ടായിട്ടുള്ള വലിയ ഒരു കണ്ണൂരിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സാമ്പത്തികമായി വലിയ തോതിൽ ഒരു ആളാണ് ഇതിൻ്റെ മാനേജറായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തൊടാൻ വേണ്ടി മറ്റാരും തന്നെ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള വിദ്യാർത്ഥികൾ തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോഴും ചെറുവിരൽ മാത്രമേ അനങ്ങുന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കടമ്പൂരിൽ നടക്കുന്നത് കാട്ടുകൊള്ളയാണ്. നമുക്ക് കടമ്പൂരിലെ ഹൈസ്കൂളിലെ മാനേജ്മെന്റിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഇങ്ങനെ സ്കൂൾ നടത്തുന്നതിലും ഭേദം വേറെ വല്ല പണിയും എടുത്ത് ജീവിക്കുന്നതാണ്. പിള്ളേരെ പിടിച്ചുപറിച്ചു വേണമോ സാർ ജീവിക്കാൻ? വേറെ എന്തെല്ലാം വഴികളുണ്ട്? ആ കുട്ടികൾ അവിടെ പഠിച്ചോട്ടെ. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 21A പ്രകാരം ഏതൊരു വിദ്യാർത്ഥിക്കും സാർവത്രികവും സൗജന്യവുമായി വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് സാർ. അതിൽ നിങ്ങൾ കൈയിട്ട് വാരി നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ്സായിട്ട് മാത്രം അതിനെ കൊണ്ടു നടത്തരുത്. പലപ്പോഴും കോഴ കൊടുത്ത അധ്യാപകരെ നിയമിക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് അവിടുത്തെ വൈദ്യുതിക്ക്, അവിടുത്തെ കുടിവെള്ളത്തിന്, എന്തിന് മാനേജർക്ക് പായസം വെച്ച് കൊടുത്താൽ പോലും അതിന് ബില്ല് കൂടി ഈടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തീർച്ചയായും നമ്മുടെ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ്. അധികാരികളുടെ ശ്രദ്ധ കൃത്യമായി പതിയേണ്ടതാണ്. ചെറുവിരലല്ല, വലിയ വിരലുകൾ തന്നെ അതിനെതിരെ ചൂണ്ടപ്പെടണമെന്ന കാര്യത്തിൽ സംശയമില്ല. അർജുൻ കല്യാടാണ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ തീവെട്ടിക്കൊള്ള പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത്.